എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ഡൽഹിയിലെ ചരിത്രപ്രസിദ്ധമായ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത് ഡൽഹി ക്യാപിറ്റൽസും പഞ്ചാബ് കിങ്സും തമ്മിൽ അരങ്ങേറിയ സമാനതകളില്ലാത്ത ഒരു ഇതിഹാസ പോരാട്ടത്തിനാണ്. ഡൽഹിയുടെ നായകൻ അക്സർ പട്ടേൽ ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്യാൻ ധീരമായ തീരുമാനമെടുത്തതോടെയാണ് ഈ നാടകീയ രാവിന് തുടക്കമായത്. ബാറ്റിംഗിനെ അകമഴിഞ്ഞു തുണയ്ക്കുന്ന ബാറ്റർമാരുടെ പറുദീസയായി മാറിയ പിച്ചിലേക്ക് പഞ്ചാബിനായി ആദ്യ ഓവർ എറിയാൻ അർഷദീപ് സിംഗ് എത്തിയപ്പോൾ ഡൽഹിയുടെ ഓപ്പണിംഗ് ബാറ്റർമാർ തങ്ങളുടെ ആക്രമണോത്സുകമായ നയം ആദ്യ ഓവറിൽ തന്നെ വ്യക്തമാക്കി. കെ.എൽ. രാഹുലും പതും നിസാങ്കയും ക്രീസിലേക്ക് നടന്നെത്തപ്പോൾ സ്റ്റേഡിയം മുഴുവൻ ഡി.സി എന്ന ആരവങ്ങളാൽ മുഖരിതമായി. അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലെ ആ ചുട്ടുപൊള്ളുന്ന ഉച്ചതിരിഞ്ഞ സമയത്ത് ഡൽഹി ഇന്നിംഗ്സിന്റെ തുടക്കം ശാന്തമായി ഒഴുകുന്ന ഒരു നദിയെപ്പോലെ ആയിരുന്നില്ല, മറിച്ച് ഒരു അഗ്നിപർവ്വതം പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നതുപോലെയായിരുന്നു. എങ്കിലും മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ പഞ്ചാബ് കിങ്സിന് ഒരു ചെറിയ ആശ്വാസം ലഭിച്ചു. ഇന്നിംഗ്സിന്റെ മൂന്നാം ഓവറിൽ അർഷദീപ് സിംഗ് തന്റെ ബൌളിംഗ് ചാതുര്യം പുറത്തെടുത്തു. അതിവേഗത്തിൽ കുതിച്ചെത്തിയ അപ്രതീക്ഷിതമായ ഒരു ഷോർട്ട് പിച്ച് പന്തിൽ ശ്രീലങ്കൻ താരം പതും നിസാങ്കയെ അദ്ദേഹം പൂർണ്ണമായും കബളിപ്പിച്ചു. പന്ത് പുഴി ചെയ്യാനുള്ള നിസാങ്കയുടെ ശ്രമം പാളുകയും ബാറ്റിൽ തട്ടി മുകളിലേക്കുയർന്ന പന്ത് വിക്കറ്റ് കീപ്പർ പ്രഭു സിമ്രൻ സിംഗ് യാതൊരു പിഴവുമില്ലാതെ കൈപ്പിടിയിലൊക്കുത്തുകയും ചെയ്തു. എന്നാൽ സുഹൃത്തുക്കളെ, വരാനിരിക്കുന്ന മഹാവിനാശത്തിന്റെ അടുത്ത കുറെ മണിക്കൂറുകളിൽ പഞ്ചാബ് ബൌളർമാർ നേരിടാനിരിക്കുന്ന സംഹാര താണ്ഡവത്തിന്റെ ഒരു ചെറിയ തുടക്കം മാത്രമായിരുന്നുവെന്ന് അപ്പോൾ ആരും കരുതിയിരുന്നില്ല. നിസാങ്കയുടെ മടക്കത്തിനു ശേഷം ക്രീസിലെത്തിയത് ഈ സീസണിലെ ഏറ്റവും അപകടകാരിയായ ഗംഭീര ഫോമിൽ തുടരുന്ന ബാറ്റർമാരിൽ ഒരാളായ നിതീഷ് റാണയാണ്. പിന്നീട് അവിടെ അരങ്ങേറിയത് കെ.എൽ. രാഹുലും നിതീഷ് റാണയും ചേർന്ന് പഞ്ചാബ് ബൌളർമാരെ നിർദ്ദയം പിച്ച് ചീറുന്ന കാഴ്ചയാണ്. ഡഗ്ഔട്ടിലിരുന്ന പഞ്ചാബ് ഉടമ പ്രീതി സിൻഡ പോലും ഈ ബാറ്റിംഗ് വെടിക്കെട്ട് കണ്ട് അമ്പരന്നു. അവരുടെ മുഖത്ത് ആശങ്കയുടെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി. ഈ ഇതിഹാസ ഇന്നിംഗ്സിനിടയിൽ ശശാങ്ക് സിംഗ് ബൗണ്ടറി ലൈനിൽ വെച്ച് കെ.എൽ. രാഹുലിന്റെ വളരെ എളുപ്പമുള്ള ഒരു ക്യാച്ച് കൈവിട്ടത് പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം തികച്ചും ആത്മഹത്യാപരമായ ഒരു പിഴവായിരുന്നു. ലോകോത്തര ബാറ്ററായ രാഹുലിന് ലഭിച്ച ആ ജീവദാനത്തിന്റെ വില പഞ്ചാബിന്റെ പരിചയസമ്പന്നരായ ബൌളർമാർ പോലും മൈതാനത്ത് ദയനീയമായി യാചിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചു. ജീവദാനം ലഭിച്ചതിന് തൊട്ടു പിന്നാലെ തന്റെ സർവ്വശക്തിയുമെടുത്ത് ലോങ് ഓഫിനു മുകളിലൂടെ രാഹുൽ പായിച്ച പടുകൂറ്റൻ സിക്സർ ബൌളർ ആരായാലും പന്ത് ഗാലറിയിലെത്തുമെന്നതിന്റെ വ്യക്തമായ സൂചനയായിരുന്നു. ഡൽഹിയുടെ സ്കോർ റോക്കറ്റിന്റെ വേഗത്തിൽ 200ലേക്ക് കുതിക്കാൻ തുടങ്ങി. ഈ മത്സരത്തിലെ ഏറ്റവും വൈകാരികവും ചരിത്രപരവുമായ നിമിഷം പിറന്നത് 15ാം ഓവറിലാണ്. ദക്ഷിണാഫ്രിക്കൻ പേസർ മാർക്കോ ജാൻസൺ എറിഞ്ഞ ആ ഓവറിൽ കെ.എൽ. രാഹുൽ തന്റെ സെഞ്ചുറിയുടെ വക്കിലായിരുന്നു. അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം ഒന്നടങ്കം ശ്വാസമടക്കിപ്പിടിച്ച് ആ മാന്ത്രിക നിമിഷത്തിനായി കാത്തിരുന്നു. ജാൻസൺ സമ്മർദ്ദം സൃഷ്ടിക്കാൻ ശ്രമിച്ചെങ്കിലും ഓവറിലെ 5ാമത്തെ പന്തിൽ അതിമനോഹരവും കലാപരവുമായ ഒരു കവർ ഡ്രൈവിലൂടെ രാഹുൽ ചരിത്രം രചിച്ചു. പന്ത് മിന്നൽ വേഗത്തിൽ ബൗണ്ടറി ലൈൻ കടന്നപ്പോൾ വെറും 48 പന്തുകളിൽ നിന്ന് രാഹുൽ തന്റെ IPL കരിയറിലെ 6ാമത്തെ സെഞ്ചുറി പൂർത്തിയാക്കി. സ്റ്റേഡിയത്തിലെ ആയിരക്കണക്കിന് ആരാധകർ എഴുന്നേറ്റ് നിന്ന് ഹർഷാരവങ്ങളോടെ തങ്ങളുടെ പ്രിയ നായകനെ അഭിനന്ദിച്ചു. വളരെ സിമ്പിളായി ഹെൽമറ്റ് ഊരി ബാറ്റ് ഉയർത്തി അദ്ദേഹം ആ സ്നേഹം ഏറ്റുവാങ്ങി. ഡഗ്ഔട്ടിലെ ഡൽഹി പരിശീലകരും സഹതാരങ്ങളും ആ അത്ഭുത പ്രകടനം കണ്ട് മന്ത്രമുഗ്ധരായി നിന്നു. ഇതൊരു വെറും സെഞ്ചുറി ആയിരുന്നില്ല, മറിച്ച് പഞ്ചാബിന്റെ ബൌളിംഗ് നിരയ്ക്കുമേൽ രാഹുലിന്റെ സമ്പൂർണ്ണ ആധിപത്യത്തിന്റെ വിളംബരമായിരുന്നു. ഡൽഹി ക്യാമ്പിലേക്ക് ഇത് പകർന്ന ഊർജം 250 എന്ന സ്കോർ പോലും അനായാസമായി തോന്നിപ്പിച്ചു. 15 ഓവറുകൾ അവസാനിക്കുമ്പോൾ ഡിജിറ്റൽ സ്കോർ ബോർഡിൽ തെളിഞ്ഞ 2-189 എന്ന ഡൽഹിയുടെ സ്കോർ പഞ്ചാബിനെ സംബന്ധിച്ച് ഒരു പേടി സ്വപ്നമായിരുന്നു. തിരിച്ചുവരവിന്റെ എല്ലാ വാതിലുകളും കൊട്ടിയടയ്ക്കപ്പെട്ട നിലയിൽ പഞ്ചാബ് പകച്ചുനിന്നു. ക്രീസിന്റെ ഒരറ്റത്ത് സാങ്കേതിക തികവോടെ രാഹുൽ നിറഞ്ഞാടിയപ്പോൾ മറുവശത്ത് നിതീഷ് റാണ തന്റെ കായിക ബലം കൊണ്ട് മൈതാനത്തിന്റെ എല്ലാ കോണുകളിലേക്കും റൺസ് അടിച്ചുകൂട്ടി. ഇരുവരും ചേർന്നുള്ള 150ലധികം റൺസിന്റെ അപരാജിത കൂട്ടുകെട്ട് പഞ്ചാബിന്റെ സകല തന്ത്രങ്ങളെയും തകർത്തെറിഞ്ഞു. തങ്ങളുടെ സ്പെല്ലുകളിൽ യഥാക്രമം 40നും 33നും റൺസ് വഴങ്ങിയ അർഷദീപ് സിംഗും മാർക്കോ ജാൻസനും ഡൽഹി ബാറ്റർമാർക്ക് മുന്നിൽ തികച്ചും നിസ്സഹായരായി. അവരുടെ കൃത്യതയുള്ള യോർക്കറുകൾ ഫുൾ ടോസുകളായും ബൗൺസറുകളായും മാറി. 12.4 എന്ന അവിശ്വസനീയമായ റൺ നിരക്ക് പഞ്ചാബിനു മുന്നിൽ ഒരു വലിയ ഹിമാലയം തീർത്തു. 16ാം ഓവറിൽ കർണാടകക്കാരനായ വിജയ് കുമാർ വൈശാഖ് എറിഞ്ഞ തുടർച്ചയായ 3 ദിശാബോധമില്ലാത്ത ഫുൾടോസുകൾ രാഹുൽ അതിനിർദ്ദയം ഗാലറിയിലെത്തിച്ചതോടെ ഡൽഹി 200 റൺസ് എന്ന മാന്ത്രിക സംഖ്യ പിന്നിട്ടു. 17ാം ഓവറിൽ യുജ്വേന്ദ്ര ചാഹലിന്റെ പന്തിൽ റാണയടിച്ച ഒരു പടുകൂറ്റൻ ഷോട്ട് അതിസാഹസികമായി മാർക്കസ് സ്റ്റോയിനിസ് സ്ലൈഡ് ചെയ്ത് പിടിച്ചെടുത്തുവെങ്കിലും റീപ്ലേകളിൽ ഷൂ ബൗണ്ടറി ലൈനിൽ സ്പർശിച്ചതായി വ്യക്തമായതോടെ അമ്പയർ അത് സിക്സറായി പ്രഖ്യാപിച്ചത് പഞ്ചാബിന്റെ മുറിവിൽ എരിവു പുരട്ടി. 18ാം ഓവറിൽ മാർക്കോ ജാൻസന്റെ ബൗൺസറിനെ പുൾ ഷോട്ടിലൂടെ ബൗണ്ടറി കടത്തിയ രാഹുൽ തൊട്ടടുത്ത പന്തിൽ ലോങ് ഓഫിന് മുകളിലൂടെ മറ്റൊരു പടുകൂറ്റൻ സിക്സർ പറത്തി സ്കോർ 230 കടത്തി.
എന്നാൽ 19ാം ഓവറിൽ സേവിയർ ബാർട്ട്ലെറ്റ് എറിഞ്ഞ പന്തിൽ ഡീപ്പ് എക്സ്ട്രാ കവറിന് മുകളിലൂടെ സിക്സറിന് ശ്രമിച്ച നിതീഷ് റാണയെ ഒറ്റ കൈകൊണ്ട് പിടിച്ചെടുത്ത പഞ്ചാബ് നായകൻ ശ്രേയസ് അയ്യരുടെ ക്യാച്ച് ഏവരെയും അമ്പരപ്പിച്ചു. അതോടെ 220 റൺസിന്റെ ചരിത്ര കൂട്ടുകെട്ടിന് വിരാമമായി. ഡേവിഡ് മില്ലർ ക്രീസിലെത്തിയെങ്കിലും എല്ലാവരുടെയും കണ്ണുകൾ രാഹുലിലായിരുന്നു. ഇന്നിംഗ്സിന്റെ അവസാന ഓവറിലെ 5ാമത്തെ പന്തിൽ അർഷദീപ് സിംഗ് എറിഞ്ഞ പന്ത് അതിവിദഗ്ധമായി വിക്കറ്റ് കീപ്പർക്ക് മുകളിലൂടെ സ്കൂപ്പ് ചെയ്ത് ബൗണ്ടറി കടത്തിയപ്പോൾ സ്റ്റേഡിയം ഒന്നടങ്കം പൊട്ടിത്തെറിച്ചു. വെറും 67 പന്തിൽ KL രാഹുൽ 150 റൺസ് പൂർത്തിയാക്കി. 20 ഓവറുകൾ അവസാനിക്കുമ്പോൾ ഡൽഹിയുടെ സ്കോർ ബോർഡിൽ 2-ന് 264 എന്ന അവിശ്വസനീയമായ സ്കോർ തിളങ്ങി നിന്നു. 16 ഫോറുകളും 9 പടുകൂറ്റൻ സിക്സറുകളും അടങ്ങിയ 152 റൺസുമായി പുറത്താകാതെ നിന്ന രാഹുലിന്റെ ആ ഇന്നിംഗ്സ് IPL ചരിത്രത്തെ തന്നെ തിരുത്തിക്കുറിച്ചു. 169 റൺസ് വഴങ്ങിയ സേവിയർ ബാർട്ട്ലെറ്റും അർഷദീപ് സിംഗും അവരുടെ കരിയറിലെ തന്നെ ഏറ്റവും മോശം ദിനങ്ങളിലൂടെ കടന്നുപോയി. 13.2 എന്ന റൺ നിരക്കിൽ പഞ്ചാബിന് മുന്നിൽ ഉയർന്നത് 265 റൺസിന്റെ അസാധ്യമായ വിജയലക്ഷ്യമായിരുന്നു. എന്നാൽ ഡൽഹി ഉയർത്തിയ 265 റൺസ് എന്ന ഹിമാലയൻ വിജയലക്ഷ്യം പഞ്ചാബ് കിങ്സിന് മുന്നിൽ വെറുമൊരു കടലാസ് കൊട്ടാരം പോലെ തകർന്നടിയുന്ന അത്ഭുത കാഴ്ചയാണ് പിന്നീട് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം കണ്ടത്. ഇത്രയും വലിയൊരു സ്കോർ പ്രതിരോധിക്കാമെന്ന ഡൽഹിയുടെ അമിത വിശ്വാസത്തിനുമേൽ ഇടുത്തി പോലെയാണ് പഞ്ചാബ് ഓപ്പണർമാരായ പ്രിയാൻഷ് ആര്യയും വിക്കറ്റ് കീപ്പർ പ്രഭു സിമ്രാൻ സിംഗും പാഞ്ഞെടുത്തത്. ആദ്യ ഓവർ എറിയാനെത്തിയ ആകിബ് നബിയെ സിക്സർ പറത്തിക്കൊണ്ടു തുടങ്ങിയ പ്രിയാൻഷ് ആര്യയുടെ സംഹാരതാണ്ഡവം ഡൽഹി ബൌളർമാരുടെ ഉറക്കം ചെടുത്തി. പിന്നാലെ പ്രഭു സിമ്രാനും തന്റെ വിശ്വരൂപം പുറത്തെടുത്തതോടെ മൈതാനത്തിന്റെ എല്ലാ കോണുകളിലേക്കും പന്ത് പറക്കാൻ തുടങ്ങി. ഡൽഹിയുടെ വിശ്വസ്ത പേസറായ മുകേഷ് കുമാറിന്റെ പന്തുകൾ അതിദയനീയമായാണ് പ്രഭു സിമ്രാൻ നേരിട്ടത്. തുടർച്ചയായ ബൗണ്ടറികളും സിക്സറുകളും പായിച്ച് വെറും 18 പന്തുകളിൽ നിന്ന് പ്രഭു സിമ്രാൻ തന്റെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയപ്പോൾ ഡൽഹി ക്യാമ്പ് ശരിക്കും വിറച്ചുപോയി. ഇതിനിടയിൽ പന്ത് പിടിക്കാൻ ശ്രമിച്ച ഡൽഹി താരം ലുങ്കി എൻഗഡി തലയിടിച്ച് താഴെ വീണത് ഡൽഹിയുടെ നിസ്സഹായതയുടെ നേർക്കാഴ്ചയായി മാറി. സ്കോർ ബോർഡ് അതിവേഗം കുതിക്കുന്നതിനിടയിൽ ഡൽഹിക്ക് അല്പമെങ്കിലും ആശ്വാസം നൽകിയത് സ്പിന്നർമാരാണ്. 7ാം ഓവറിൽ അക്സർ പട്ടേൽ പ്രിയാൻഷ് ആര്യയെ സമീർ റിസ്വിയുടെ കൈകളിലെത്തിച്ച് കൂട്ടുകെട്ട് പൊളിച്ചു. പിന്നാലെ എത്തിയ മാന്ത്രിക സ്പിന്നർ കുൽദീപ് യാദവ് ഡൽഹിക്ക് വലിയൊരു പ്രതീക്ഷ നൽകി. 26 പന്തിൽ 9 ഫോറുകളും 5 പടുകൂറ്റൻ സിക്സറുകളുമടക്കം 76 റൺസ് എടുത്തു നിന്ന പ്രഭു സിമ്രാനെ കുൽദീപ് വിക്കറ്റിന് മുന്നിൽ കുടുക്കി. പന്തിന്റെ വേഗത കുറച്ച് കുൽദീപ് ഒരുക്കിയ കെണിയിൽ പ്രഭു സിമ്രാൻ വീഴുകയായിരുന്നു. അധികം വൈകാതെ കൂപ്പർ കോണോളിയെയും തകർപ്പനൊരു ഗൂഗ്ലിയിലൂടെ കുൽദീപ് ക്ലീൻ ബോൾഡാക്കിയതോടെ മത്സരം വീണ്ടും ആവേശകരമായി. ഡൽഹി കളിയിലേക്ക് തിരിച്ചുവരികയാണെന്ന് സ്റ്റേഡിയം കരുതിയ നിമിഷങ്ങളായിരുന്നു അത്. എന്നാൽ ഡൽഹി ബൌളർമാരുടെ ഏറ്റവും വലിയ പേടി സ്വപ്നം ക്രീസിലേക്ക് എത്തുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പഞ്ചാബ് നായകൻ ശ്രേയസ് അയ്യർ ക്രീസിലെത്തിയ നിമിഷം മുതൽ ശ്രേയസ് തന്റെ ലക്ഷ്യം വ്യക്തമാക്കിയിരുന്നു. മറുവശത്ത് നേഹൽ വധേര മികച്ച പിന്തുണ നൽകി സ്കോർ ഉയർത്തിക്കൊണ്ടിരുന്നു. വിപ്രാജ് നിഗമിന്റെ പന്തിൽ വധേരയെ അതിർത്തി വരമ്പിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് താരം കരുൺ നായർ അവിശ്വസനീയമായി പിടിച്ചെങ്കിലും ഈ മത്സരത്തിന്റെ വിധി മാറ്റിയെഴുതിയ ഏറ്റവും വലിയ അബദ്ധം ഡൽഹിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. 15ാം ഓവറിൽ വിപ്രാജ് നിഗമിന്റെ പന്തിൽ ശ്രേയസ് അയ്യർ നൽകിയ ഒരു അനായാസ ക്യാച്ച് ലോങ് ഓഫിൽ കരുൺ നായർ കൈവിട്ടു. ഈ ഫോമിലുള്ള ശ്രേയസ് അയ്യർക്ക് ഒരു ജീവദാനം നൽകിയാൽ അത് ആത്മഹത്യാപരമായിരിക്കുമെന്ന് ഡൽഹിക്ക് വൈകാതെ മനസ്സിലായി. ആ ജീവദാനത്തിന് ശേഷം ശ്രേയസ് അയ്യർ ഒരു കൊടുങ്കാറ്റായി മാറി. കുൽദീപ് യാദവിനെയും ടി നടരാജനെയും യാതൊരു ദയയുമില്ലാതെ അദ്ദേഹം അതിർത്തി കടത്തി. കുൽദീപിന്റെ ഒരു ഓവറിൽ തുടർച്ചയായ പടുകൂറ്റൻ സിക്സറുകൾ പറത്തി ശ്രേയസ് തന്റെ നായകന്റെ ഉത്തരവാദിത്തം ഗംഭീരമായി നിറവേറ്റി. അവസാന ഓവറുകളിൽ ശശാങ്ക് സിംഗും ഫോമിലേക്ക് ഉയർന്നതോടെ ഡൽഹിയുടെ സകല പ്രതീക്ഷകളും അസ്തമിച്ചു. ക്ലൈമാക്സ് ഒരു ഹോളിവുഡ് ത്രില്ലറിനേക്കാൾ നാളകീയമായിരുന്നു. ടി നടരാജൻ എറിഞ്ഞ 19ാം ഓവറിലെ ആദ്യ പന്തിൽ ശശാങ്ക് സിംഗ് ഒരു ബൗണ്ടറി നേടിയപ്പോൾ 4ാമത്തെ പന്തിൽ ശ്രേയസ് അയ്യർ ഒരു കിടിലൻ സിക്സർ വായിച്ചു. ആ ഓവറിലെ 5ാമത്തെ പന്തിൽ ഡീപ് മിഡ് വിക്കറ്റിന് മുകളിലൂടെ ശ്രേയസ് അയ്യർ മറ്റൊരു പടുകൂറ്റൻ സിക്സർ കൂടി പറത്തിയതോടെ ഡൽഹിയുടെ പതനം പൂർണ്ണമായി. വെറും 36 പന്തിൽ 3 ഫോറുകളും 7 സിക്സറുകളുമടക്കം 73 റൺസുമായി ശ്രേയസ് അയ്യർ പുറത്താകാതെ നിന്നപ്പോൾ 265 റൺസ് എന്ന അസാധ്യമായ വിജയലക്ഷ്യം വെറും 18.5 ഓവറിൽ 4 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി പഞ്ചാബ് കിങ്സ് അനായാസം മറികടന്നു. ക്രിക്കറ്റ് ലോകം കണ്ട ഏറ്റവും മികച്ച റൺ ചേസുകളിലൊന്നായി ഇത് മാറി. ഡൽഹി ക്യാപിറ്റൽസിന്റെ ബൌളർമാരെ പൂർണ്ണമായും തകർത്തെറിഞ്ഞുകൊണ്ട് ആവേശകരമായ ഈ പോരാട്ടത്തിൽ പഞ്ചാബ് കിങ്സ് അവിശ്വസനീയവും ചരിത്രപരവുമായ ഒരു മിന്നും വിജയം സ്വന്തമാക്കി. അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലെ ആ ചരിത്ര സായാഹ്നം അവസാനിക്കുമ്പോൾ ക്രിക്കറ്റ് എന്ന മാന്ത്രിക കളിയുടെ ഏറ്റവും അവിശ്വസനീയവും പ്രവചനാതീതവുമായ മുഖമാണ് ലോകം കണ്ടത്. KL രാഹുലിന്റെ ഐതിഹാസിക ഇന്നിംഗ്സും ഡൽഹിയുടെ 264 റൺസ് എന്ന കൂറ്റൻ സ്കോറും കണ്ടപ്പോൾ മത്സരം അവിടെ അവസാനിച്ചുവെന്ന് കരുതിയവരായിരുന്നു ഭൂരിഭാഗം പേരും. എന്നാൽ അസാധ്യമെന്ന വാക്ക് തങ്ങളുടെ നിഘണ്ടുവിലില്ലെന്ന് തെളിയിക്കുന്നതായിരുന്നു പഞ്ചാബ് കിങ്സിന്റെ ആ വിശ്വരൂപം.
ശ്രേയസ് അയ്യർ എന്ന നായകന്റെ മാസ്മരിക ഇന്നിംഗ്സും പ്രഭു സിമ്രാൻ സിംഗിന്റെ വെടിക്കെട്ട് തുടക്കവും ഡൽഹിയുടെ സകല കണക്കുകൂട്ടലുകളെയും കാറ്റിൽ പറത്തി. ഇരു ടീമുകളുമായി 500-ലധികം റൺസ് പിറന്ന ഈ മത്സരം IPL ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ചതും ഭ്രാന്തമായ റൺവേട്ടകളിലൊന്നായാണ് രേഖപ്പെടുത്തപ്പെടുക. ബൌളർമാരുടെ ശവപ്പറമ്പായി മാറിയ പിച്ചിൽ ചോരത്തിളപ്പുള്ള പോരാളികളെ പോലെയാണ് പഞ്ചാബ് ബാറ്റർമാർ പൊരുതിയത്. KL രാഹുലിന്റെ അമാനുഷിക പ്രകടനത്തിന് സാക്ഷ്യം വഹിച്ച അതേ സ്റ്റേഡിയം ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ നിരാശയ്ക്കും ഡൽഹി ആരാധകരുടെ നിശബ്ദതയ്ക്കും സാക്ഷിയായി മാറി. മറുവശത്താകട്ടെ ആർത്തു വിളിക്കുന്ന പഞ്ചാബ് ആരാധകരും വിജയഭേരി മുഴക്കുന്ന പഞ്ചാബ് ക്യാമ്പും ഡൽഹിയുടെ നെഞ്ചിലെ ഉണങ്ങാത്ത മുറിവായി മാറി. അതെ, ഇത് വെറും ഒരു ക്രിക്കറ്റ് മത്സരമായിരുന്നില്ല, മറിച്ച് തോൽവി സമ്മതിക്കാത്ത പോരാട്ട വീര്യത്തിന്റെ, അവസാന പന്തുവരെ നീണ്ടുനിൽക്കുന്ന നെഞ്ചിടിപ്പിന്റെ, ക്രിക്കറ്റ് എന്ന വികാരത്തിന്റെ നേർക്കാഴ്ചയായിരുന്നു. ഏതു വമ്പൻ സ്കോറും സുരക്ഷിതമല്ലെന്ന ഓർമ്മപ്പെടുത്തലുമായി ഈ അവിസ്മരണീയ രാവ് IPL ചരിത്രത്തിന്റെ സുവർണ താളുകളിൽ എക്കാലവും തിളങ്ങി നിൽക്കും തീർച്ച. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.